Hello friends, this is Ella Koche, Ningadeshwar Radio, Ariyanum Arikanum, and also it's me, your RJ Anita. ഇന്ന് എന്നോട് കൂടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ രവീന്ദ്രനാഥ് സാറാണ്. റേഡിയോ സ്റ്റുഡിയോ ഇന്ന് ആദ്യമായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സോ ഇതിന്റെ ഭാഗമായി ഞാൻ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഇന്ന് കേരളത്തിന് മാതൃകയായി തീരുകയാണ്. ഇവിടെ കുട്ടികളും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ PTA ചേർന്ന് തയ്യാറാക്കിയ ഈ റേഡിയോ സംവിധാനം കേരളത്തിലെ ഹൈടെക് വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തിന് പരസ്പര പൂരകമാണ്. എല്ലാ സ്കൂളുകൾക്കും ഇത് അനുകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ച ഇങ്ങനെ റേഡിയോ സെറ്റ് ചെയ്ത എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ഈ റേഡിയോ ഉദ്ഘാടനം ഇതായി അറിയിക്കുന്നു. ഈ അവസരത്തിൽ സാറിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരേ ഒരു ചോദ്യം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കുട്ടികളെ എങ്ങനെ വിലയിരുത്താനാണ് ആഗ്രഹിക്കുന്നത്? അധ്യാപകനായിരുന്നപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമായിരുന്നു വിദ്യാർത്ഥികൾ. അന്ന് ക്ലാസ്സിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റിയിരുന്നു. ഇന്ന് തെരുവിൽ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ മുഴുവനും വിദ്യാർത്ഥികളായിട്ട് കാണാൻ പറ്റുന്നു. ക്ലാസ് അധ്യാപകനിൽ നിന്ന് തെരുവിലെ അധ്യാപകനായിട്ട് മാറാൻ പറ്റി. പിന്നെ ഒരു ചെറുപ്പകാലം തൊട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ദേശതന്ത്രം അധ്യാപകനാവുന്നത്. അങ്ങനെയല്ല, അധ്യാപകനാവാനാണ് സ്വതന്ത്രം പഠിച്ചപ്പോൾ. ഈ അവസരത്തില് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തെയും ഇപ്പോഴുള്ള അങ്ങയുടെ ഈ കാലഘട്ടത്തെയും വേർതിരിച്ച് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല, അന്നും വിദ്യാർത്ഥിയാണ്, ഇന്നും വിദ്യാർത്ഥിയാണ്, മരിക്കുന്നവർ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് അങ്ങനത്തെ വിദ്യാർത്ഥിക്ക് അധ്യാപകനാണ്. അധ്യാപകനും വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിയാണ് അധ്യാപകനാണ്. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥിയാണ് ഞാൻ, മന്ത്രിയായിരിക്കുമ്പോഴും വിദ്യാർത്ഥിയാണ്. മോള് മുന്നിരിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഞാനിപ്പോൾ വിദ്യാർത്ഥിയായി, മോള് മുന്നിൽ. ഞങ്ങളുടെ ചുണക്കുട്ടന്മാരോട് എന്തെങ്കിലും ഒരു സന്ദേശം വളരെ നല്ല പെർഫോമൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഹൈടെക് വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തിന് പൂരകമായിട്ടാണ് ഈ സ്കൂൾ വളരുന്നത് എന്നത് സർക്കാരിന് സന്തോഷമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു ഓൾ.